നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ആകാശിന് ചരുവിനെതിരെ നിനക്ക് എന്തും ചെയ്യാം. നിന്നെ ചതിച്ചതുകൊണ്ടേ നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് അവൻ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കി കൊടുത്തോളാം മമ്മി ഞാൻ. ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് മമ്മി. അക്കുചേട്ടാ, അക്കുചേട്ടാ സമയം എത്രയെന്ന് അറിയോ? എണീക്കേ. സമയം എത്ര ആയാലും എന്താ, കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. അക്കുചേട്ടൻ ഇന്നെന്താ പ്രത്യേകത എന്നറിയോ? എന്താ? നമ്മുടെ ആയിരപ്പറക്കണ്ടത്തില് വിതയ്ക്കാനുള്ള വിത്തെടുക്കുന്ന ദിവസാ. എല്ലാ വർഷവും ബാലമാമൻ അത് ചടങ്ങായിട്ട് നടത്തുന്ന അറിയാലോ. ഒന്ന് രണ്ട് തവണ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് മിക്ക വർഷവും ഈ സമയത്ത് ഞാനുണ്ടാവാറില്ലായിരുന്നു. ആ, ഇനിയുള്ള എല്ലാ വർഷവും അങ്ങോട്ട് പങ്കെടുക്കാലോ. വാ, എനിക്ക് പെട്ടെന്ന് വിളിച്ചിട്ടോ. ബാലമാമനോട് കാത്തിരിക്കുന്നുണ്ടാവും. അവനെവിടെ? രമേശ്? രമേശേട്ടൻ തിരുവനന്തപുരത്തേക്ക് പോയേക്കുവാ. പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, ഇത്തവണ രമേശേട്ടൻ അമക്കരി വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ആ, എന്നോടും പറഞ്ഞിരുന്നു. ഞാനത് കാര്യാക്കിയില്ല. രമേശന്റെ വാക്കല്ലേ. അവന് സീറ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ, രമേശേട്ടൻ ഇത്തവണ ജയിക്കും, ഉറപ്പാ. നന്നായി പ്രവർത്തിക്കാൻ പറയണം അവനോട്. ഞാനും ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. എന്റെ പേര് കളയാതെ നോക്കാൻ പറയണം അവനോട്. ഓ, വാ അമ്മേ. ഇന്നെന്താ എല്ലാവരും കൂടി ഒരു പ്രാർത്ഥനയൊക്കെ? എടാ, ഇന്ന് വിത്ത് വിതയ്ക്കുന്ന ദിവസമല്ലേ? ആ, അതിന്റെയാ. ആ, എന്നിട്ടും നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാനും അമ്മയും ഈ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. നമ്മളെ അറിയിക്കാതെ വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് വിത്ത് വിതയ്ക്കാനാണ് ഉദ്ദേശം. അവകാശികൾ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. എടാടാ, നിന്നെ എന്നെ ഒന്നും നിന്റെ അച്ഛന് കണ്ണി പിടിക്കില്ലടാ. ഓ, ഇവിടെ ആരും തെരഞ്ഞു പിടിച്ച് വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങാ. അതറിയാത്തൊന്നുമല്ലല്ലോ. വിത്ത് എടുക്കുന്നതും മുളപ്പിക്കുന്നതും വിതയ്ക്കുന്നതും എല്ലാം എല്ലാവർക്കും വേണ്ടിയാ. ഓ, അതിന്റെ പങ്ക് എല്ലാവരും അനുഭവിക്കാറുണ്ടല്ലോ. ഗോവിന്ദാ, ഗോപിയോട് വരാൻ പറഞ്ഞിട്ടില്ലേ? അവൻ പുറത്തുണ്ട് പല. ആ, എന്നാ പിന്നെ പത്തായപ്പുരയിലേക്ക് പോവാം. അതിന് ചിലരൊക്കെ പ്രത്യേകം ക്ഷണിക്കണോ? ചെല്ല്. അമ്മേ, ഇത് എവിടെ വരെ പോകുന്നു നോക്കാം. അമ്മ വാ. നമസ്കാരം. ആ ഗോപി, ആയിരപ്പുറ കണ്ടത്തിലേക്കുള്ള വിത്ത് മാത്രം എടുത്താൽ മതി. ചാലുകണ്ടത്തിലും താഴ്ത്ത കണ്ടത്തിലേക്കുള്ളത് അടുത്ത ആഴ്ച ആവട്ടെ. ശരി മാഷേ. ചാരുമോളെ,
ഇത്തവണ 10,000 നിന്ന് വിത്തെടുക്കുന്നത് മോളാ. അല്ല ബാലമാമ, മാമൻ തന്നെ എടുത്താ മതി. എല്ലാ വർഷവും വിത്തെടുക്കുന്നത് ഞാനല്ലേ മോളെ. ഇത്തവണ ഒരു മാറ്റായിക്കോട്ടെ. ഹാ അതെ അതെ, മാറ്റം വേണമല്ലോ. മാമനും മോളും കൂടെ എല്ലാം മാറ്റി മറിക്കല്ലേ. അതിന് കാഴ്ചക്കാരായിട്ട് ഇവിടുള്ള കുറെ എണ്ണവും. വന്നു കേറിയവരല്ല, ഇവിടെയുള്ളവരാ വിത്ത് എടുക്കണ്ടേ. ചാരുമോള് വന്നു കയറിയതൊന്നല്ല, ഈ കുടുംബത്തിലെ ഈ തറവാട്ടിൽ ജനിച്ചു വളർന്ന എന്റെ ലതയുടെ മോള്. അമ്മേ, ഈ തുണിക്കച്ചവടക്കാർ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കോ അത് ഓടിപ്പോകേണ്ടി വരുമെന്നേ ഞാൻ തീരുമാനിക്കും. ചാരുമോൾ ഇവിടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് പോവാൻ പോകുന്നത് നീയാ. നിനക്കുള്ള വീട് സെൻട്രൽ ജയിലാ. അത് നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതെ, സ്വന്തം മോനെ പറ്റിയായി ഈ പറയുന്നത്. അതെങ്ങനെ കൈവശം കുടിച്ച് മയക്കി വെച്ചിരിക്കല്ലേ ഇവിടെ ഒരെണ്ണം. ബാലമാമ, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിത്തെടുക്കുന്നില്ല എന്ന്. കാക്കുതി, നീ വിത്തെടുത്തിരിക്കും. അച്ഛന്റെ തീരുമാനം മാത്രമല്ല, എന്റെയും കൂടെ തീരുമാനമാണ്. ഓ അനിയ, അതങ്ങ് വല്ലാത്ത തീരുമാനമായി പോയി കേട്ടോ. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ആര്? നീയോ? നീ ഇപ്പൊ അവിടെ നിൽക്കുന്നത് തന്നെ എന്റെ ഔദാര്യത്തിലാ. അമ്മേ, മാഷ് പറഞ്ഞേട്ടാ, എന്റെ പേരിലുള്ള ഈ വീട്ടില് ഞാൻ നിൽക്കുന്നത് ഔദാര്യത്തിലാണ്. എടാ, ഔദാര്യാണോ അവകാശമാണോ എന്നൊക്കെ വഴിയേ അറിഞ്ഞോളൂ. ചാരുമോളെ, ഇവനെ ഇവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പോയി വിത്തെടുക്ക്. ബാലമാമന പറയുന്നത്. മോളെ, ബാലൻ പറഞ്ഞത് കേട്ടില്ലേ? മോള് ചെല്ലേ, ചെല്ലു മോളെ.